ഇത് കണ്ടോ, നമ്മുടെ പൂച്ചക്കുട്ടൻ കയറി വന്നിരിക്കുന്ന കണ്ടോ? രാവിലെ ഞങ്ങൾ അടുക്കളവാതിൽ തുറന്നപ്പോഴത്തേക്കിന് കയറി വന്നതാണ്. അല്ലിക്കുട്ടനെ കണ്ടപ്പോഴത്തേക്കിന് ഇതേ അവിടെ അങ്ങ് നിന്നുപോയി. എന്നെ തിരക്കി വന്നതാന്ന് തോന്നുന്നു. പക്ഷെ അല്ലിക്കുട്ടനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് വാതുക്കൽ അങ്ങ് ഇരുന്ന്. അല്ലിക്കുട്ടനാണ് അവനോട് തന്നെ നോക്കിയിരിക്കുക. അവന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അല്ലിക്കുട്ടൻ അവനെ ഇങ്ങനെ പേടിപ്പിക്കുമ്പം അവൻ പൂച്ചക്കുട്ടൻ പേടിപ്പിക്കുമ്പോ അവൻ പേടിപ്പീര് മാത്രമല്ല, അവൻ അടിയങ്ങളെ കൊടുക്കും. അല്ലിക്കുട്ടന് പേടിപ്പീര് മാത്രമേ ഉള്ളൂ, അവന് ഉപദ്രവിക്കൊന്നുമില്ല. പക്ഷെ പൂച്ച അങ്ങനെയല്ല, അവന്റെ മുഖത്തിനിട്ടൊക്കെ കൈകൊണ്ട് അടിക്കുവേ. അതുകൊണ്ട് ഞാൻ അവനെ ഇങ്ങനെ മാറ്റി കെട്ടിയിരിക്കുക, പൂച്ചയുടെ അടുത്തേക്ക് വിടാതെ. വിട്ട് കഴിഞ്ഞാ ഇവൻ പേടിപ്പിക്കാനും ചെല്ലും, അവൻ നല്ല അടിയും കൊടുക്കും. അതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി കെട്ടി. രണ്ടും കൂടെ കണ്ണി കണ്ണി നോക്കിയിരിക്കുവാണേ. രണ്ടുപേർക്കും ഇങ്ങനെ നോക്കിയിരിക്കുകയും ചെയ്യണം. ആ നോക്കിയിരിക്കുന്ന ഇരിപ്പിൽ രണ്ടും കൂടെ വഴക്കും ഉണ്ടാക്കും. ഇനിയിപ്പം പൂച്ചക്കുട്ടന്റെ അവിടെ കടക്കാൻ തുടങ്ങുക. മടുത്തെന്ന് തോന്നി ഇരുന്നിരുന്ന്. പടിയെ കടക്കുന്ന കണ്ടോ തല വെച്ച്. അല്ലിക്കുട്ടൻ അതൊന്നും വലിയ ഇഷ്ടാവുന്നില്ല കേട്ടോ. പേടിപ്പിച്ച് ഓടിച്ചവന്. പിന്നത്തെ അവന് ഇച്ചിരി ചോറ് കൊടുക്കാനായിട്ട് ഞാൻ ഇറങ്ങി വന്നതാണ്. അപ്പൊ അല്ലിക്കുട്ടൻ പുറകെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉണ്ടോ, അല്ലിക്കുട്ടൻ കാണാൻ മേലാഞ്ഞിട്ട് താഴത്തെ നടയിലേക്ക് ഇറങ്ങിയിരുന്നത് പേടിപ്പിക്കുക. പാവം നമ്മുടെ പൂച്ചക്കുട്ടൻ, അവൻ ആരും ഇല്ലാത്തത് കൊണ്ടല്ലേ അവൻ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങോട്ട് വന്നിട്ട് അവൻ നമ്മുടെ മുഖത്തോട്ട് നോക്കി കരയുകയും നമ്മുടെ മുഖത്ത് നോക്കി നിൽക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ സങ്കടം വരുവേ. അതാ ഞാൻ പിന്നെ അല്ലിക്കുട്ടനെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിലും ഞാൻ സത്യം പറഞ്ഞാൽ ഇവന് ആഹാരമൊക്കെ കൊടുക്കുന്നത്. എന്റെ അല്ലിക്കുട്ടന്റെ മുഖത്തിനിട്ടൊക്കെ അടിച്ച് അവന്റെ കണ്ണിനൊക്കെ വല്ലതും വരുമോന്നോർത്ത് ഞാൻ പേടിക്കുന്നുമുണ്ട് കേട്ടോ. എനിക്കൊരു പേടിയുണ്ട്. പിന്നത്തെ അല്ലിക്കുട്ടന്റെ ചോറ് കൊണ്ട കൊടുത്തിട്ട് അവന് വേണ്ട കേട്ടോ, അവൻ കഴിക്കുന്നില്ല. അവൻ അവിടെ ഇറങ്ങി നിന്ന് പൂച്ച കഴിക്കുന്നത് കണ്ടോണ്ട് നിൽക്കുക. ഞാനിങ്ങനെ കൊടുത്തത് എന്നാന്ന് വെച്ചാൽ രണ്ടുപേരും ഒന്നിച്ചൊക്കെ കഴിക്കുന്നതും പൂച്ച കഴിക്കുന്ന സമയത്ത് തന്നെ ഇവനും കഴിക്കുവാണെങ്കിൽ രണ്ടുപേർക്കും ആഹാരം ഉണ്ടെന്നുള്ള ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെന്നോർത്താ. അല്ലെങ്കിൽ അല്ലിക്കുട്ടന്റെ വിചാരം അവന് പൂച്ചയ്ക്ക് മാത്രമാണോ ഞാൻ കൊടുക്കുന്നത്, ഇവന് കൊടുക്കുന്നുണ്ടെങ്കിലും പൂച്ച കഴിക്കുന്ന സമയത്തല്ലല്ലോ ഇവന് കൊടുക്കുന്നത്. പൂച്ചക്കുട്ടൻ കഴിപ്പൊക്കെ നിർത്തി അങ്ങോട്ട് പോയപ്പോഴത്തേക്കിന് അല്ലിക്കുട്ടൻ തിരിഞ്ഞ് എനിക്കിട്ട് നോക്കും. അവൻ പോയെന്ന് പറയാനായിരുന്നു തോന്നുന്നേ. അവന്റെ ഉരലിന് ചുറ്റും ഒന്ന് കറങ്ങിയേച്ച് വന്നതാ കേട്ടോ. അവൻ വീണ്ടും ഒന്ന് കഴിക്കുക. അല്ലിക്കുട്ടന്റെ ഇരിപ്പ് കണ്ടോ. അവനാണെങ്കിൽ പാവമുണ്ട് കേട്ടോ. അവന് ഇഷ്ടമൊക്കെയാണ്, പക്ഷെ അവനിങ്ങനെ ഇടയ്ക്ക് എന്നാ പേടിപ്പിക്കുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ അല്ലിക്കുട്ടനാണ് ഇപ്പൊ രാവിലെ ആഹാരം കൊടുത്ത അവന് വേണ്ട കേട്ടോ. അവന് മീനും ചിക്കനൊക്കെ ആണെങ്കിൽ ചിക്കനും ഒക്കെ മാത്രം അതിൽ നിന്ന് എടുത്തിട്ട് ചോറ് അവിടെ വെക്കും കഴിക്കാതെ കൊണ്ട്. നന്നായിട്ട് ഇളക്കിയൊക്കെയാ കൊടുക്കുന്നത്, എന്നാലും അവൻ തിരഞ്ഞു പെറുക്കിയൊക്കെ എങ്ങനെയും ഒക്കെ എടുക്കും. പിന്നെ ഞാൻ ഓർത്തു ഇനിയിപ്പൊ ഇവന് 8 മാസമൊക്കെ ആയേ. അപ്പൊ 8 മാസം കഴിഞ്ഞു. അപ്പൊ ഇനി ഞാൻ ഓർക്കുന്ന ഇനി ഇവന് 2 നേരമൊക്കെ ഭക്ഷണം മതിയോ, അതുകൊണ്ടാണോ. ഞാനിപ്പോ അവന് 3 4 നേരം കൊടുക്കുന്നുണ്ട്. 3 നേരം അവന് ചോറും കൊടുക്കും, 1 നേരം അവന് പെഡിഗ്രിയും കൊടുക്കും. ഇനിയിപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കണോ? നിങ്ങളുടെ ഒക്കെ അഭിപ്രായം ഒന്ന് പറയാമോ? എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവർക്കൊക്കെ 1 നേരമൊക്കെ ഭക്ഷണം കൊടുക്കുന്നതെന്ന്. അപ്പൊ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കിനും അല്ലിക്കുട്ടൻ ഇങ്ങനെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ അവന് കൊടുക്കാതെ കൊണ്ട് കഴിക്കുന്നത്. അതുകൊണ്ട് അവന് കൊടുക്കാതിരിക്കാനും തോന്നിയല്ലോ കേട്ടോ. എന്നാൽ ചില ദിവസങ്ങളിൽ അവൻ 3 നേരം നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യും കേട്ടോ. 3 നേരം ചോറ് കൊടുക്കുന്നത് കഴിക്കുകയും ചെയ്യും. വൈകുന്നേരം പെഡിഗ്രി കൊടുക്കുന്ന അതും അവൻ കഴിക്കും. ഞങ്ങൾ ചായ കുടിക്കുന്ന സമയത്ത് അവന് പെഡിഗ്രി കൊടുക്കും. അവനിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവന് ഒന്നും കൊടുക്കാതെ കൊണ്ട് എങ്ങനെയാ. നമ്മൾ വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ കാപ്പിക്ക് എന്തെങ്കിലും ഉണ്ടല്ലോ, അപ്പൊ ഇവനത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന അവന് കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ആ സമയത്ത് അവന് പെഡിഗ്രി കൊടുക്കും. പിന്നത്തെ പൂച്ചക്കുട്ടൻ ചോറൂണെല്ലാം കഴിഞ്ഞതേ അവൻ വെള്ളം കുടിക്കാനായിട്ട് അപ്പുറത്തേക്ക് പോവുകയാണെ. വെള്ളം ഞാൻ ആ പുറകുവശത്താ വെച്ചിരിക്കുന്നത്. അതിന്റെ ആ ആട്ടുകലിന്റെ പുറകിലുണ്ട്. അവിടെ പോയി അവൻ വെള്ളം കുടിക്കുക കേട്ടോ. അവൻ വെള്ളം കൂടെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ പെട്ടെന്ന് തന്നെ പോകും പറമ്പിലേക്ക്. പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അവന്റെ വിശപ്പടങ്ങി കഴിയുമ്പോഴത്തേക്കിന് അവൻ വിട്ടു പോകും. ഇന്നത്തെ പൂച്ചക്കുട്ടൻ കളഞ്ഞ ചോറെല്ലാം തിന്നാനായിട്ട് ഒരു കാക്കച്ചിയും കൂടെ വന്നിട്ടുണ്ട്. അല്ലിക്കുട്ടൻ കാക്കച്ചിനെയും കൂടെയൊക്കെ നോക്കിയിരിക്കുക. അല്ലിക്കുട്ടൻ എന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് മനസ്സിനൊക്കെ നല്ലൊരു സന്തോഷവും സമാധാനവും ഒക്കെയാ കേട്ടോ. എപ്പം അല്ലിക്കുട്ടൻ വന്നതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞാ ഇവരോടൊക്കെ ഒരു സ്നേഹമൊക്കെ തോന്നി. അതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അല്ലിക്കുട്ടൻ വന്നു കഴിഞ്ഞപ്പോ പൂച്ചയോടും കാക്കയോടും എല്ലാരോടും നല്ല സ്നേഹമായി. അങ്ങനെ നമ്മുടെ പൂച്ചക്കുട്ടൻ ചോറും ഒക്കെ ഉണ്ട്, വെള്ളമൊക്കെ കുടിച്ച് വയറൊക്കെ നിറഞ്ഞ സന്തോഷത്തോടു കൂടി പറമ്പിലേക്ക് ഇനി പോവുകയാണെ. ഇനിയിപ്പത്തെ അവൻ പൂച്ചക്കുട്ടൻ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കിന് അല്ലിക്കുട്ടൻ ഒരിക്കലും പോയതല്ലേന്ന് ഓർത്തൊന്ന് പേടിപ്പിക്കാനായിട്ട് ഇപ്പൊ തന്നെ അങ്ങോട്ട് ചാടും ഉണ്ടോ. അപ്പൊ ഇനി ഞങ്ങൾ പോവുകയാണ്. നാളത്തെ വിശേഷവുമായി നാളെ വരാം.